രാവിലെ തന്നെ അടുപ്പിൻ്റെ പുറമൊക്കെ നല്ലതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ആദ്യം തന്നെ ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് അപ്പമാണ് നമുക്കിന്ന് കാപ്പി. അപ്പോൾ തലേന്ന് നമ്മൾ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റാണ് കേട്ടോ, ഇപ്പോൾ കൊടുങ്കാറ്റ് പോലത്തെ കാറ്റാണ്, പൊടിക്കാറ്റല്ല കേട്ടോ, നല്ല വരണ്ട കാറ്റാണ്. അപ്പോൾ വിറകടുപ്പിലെ ആണെങ്കിലും ഗ്യാസ് കത്തിച്ചാണെങ്കിലും പെട്ടെന്ന് നമ്മൾ കാണാതെ തന്നെ നമ്മൾ ശ്രദ്ധ വിട്ടുപോയി കഴിഞ്ഞാൽ തീ അങ്ങ് ഓഫായി പോകും കേട്ടോ. അല്ലെങ്കിലും ഡിസംബർ അവസാനം ജനുവരി തുടങ്ങുമ്പോഴത്തേക്കും നല്ല കാറ്റാണ് കേട്ടോ, എല്ലാ വർഷവും ഉള്ളതാണ്. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ, നല്ല കാറ്റല്ലേ. പിന്നെ വീട്ടിലെ ജോലിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ വീടിന് പുറകുവശത്ത് കുറേ മുല്ല നട്ടിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ പടർന്ന് പന്തലിച്ച് കിടക്കുമായിരുന്നു. കുറേയൊക്കെ വെട്ടിക്കളഞ്ഞേ, ഇല്ലെങ്കിൽ ചേരയും പാമ്പും കയറിയിരുന്നാൽ നമ്മൾ അറിയത്തില്ല കേട്ടോ. ആത്തച്ചക്കയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ, കുറേയൊക്കെ ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. ജോലിയൊക്കെ ഒതുങ്ങിയിരുന്നപ്പോഴത്തേക്കും ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചെടുത്തിട്ട് നമ്മൾ വെട്ടിപ്പറിച്ച് ഫ്രിഡ്ജിലോട്ടാക്കിയിട്ടുണ്ട്. ബാക്കി കുറച്ചെടുത്തിട്ട് പുഴുങ്ങാനും വെച്ചു. അടുപ്പിലോട്ടാക്കിയിട്ട് കുറച്ച് വിറക് വെട്ടിക്കേറിയിട്ട് അപ്പോഴത്തേക്കും ചക്ക റെഡിയായി, മുളക് ഉടച്ച് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.